ആ പിന്നെ നമ്മുടെ ഫിലിം ഡയറക്ടർ ലാൽ ജോസ് ഇല്ലേ, ഞാൻ നാടകം കഴിഞ്ഞ് ലാൽ ജോസിനെ കൂടെ കണ്ടിട്ടേ വരുള്ളൂ. ശരി അപ്പച്ചാ, പോണ വഴിക്കാ പള്ളിക്ക് നേർച്ചിട്ടിട്ടും പോണേ കേട്ടാ. ശരി അമ്മായി. ഇന്നെങ്കിൽ നിന്റെ നാടകത്തിന് കൂവലിട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ മാതാവേ. കുമാരപ്പണിക്കര് പള്ളിയില് മുട്ടുകുത്തി കുരിശ് വരികയല്ലേ? പേര് ഞാൻ മറന്നു. അപ്പച്ചൻ. ആ അപ്പച്ചാ, മനുഷ്യന്റെ വ്യഥകൾ ഇറക്കി വെക്കാനുള്ള അത്താണിയാണ് എല്ലാ ദൈവങ്ങളും എല്ലാ ആരാധനാലയങ്ങളും. നിനക്കിന്ന് നാടകമുണ്ട് അല്ലേ അപ്പച്ച? ഓ അച്ഛാ, ഇന്ന് അരിപ്പാടാ. ഓ, ഈശോമിശിയായി സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛന് മനസ്സിലായില്ലേ? നമ്മുടെ താമരയുടെ വീട്ടിൽ താമസിക്കണ. വിവരങ്ങളൊക്കെ അറിഞ്ഞു, പരിചയപ്പെടാൻ ഇതുവരെ സാധിച്ചില്ല. എന്താ പേര്? കുര്യൻ പൗലോസ്. KP എന്ന് വിളിക്കും. ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടിയാ, ഇപ്പൊ അച്ഛന്റെ സ്ഥാനത്താ KP. അതെ, രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമുണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തത് ആ കുട്ടിയാ. എനിക്കിപ്പോ അവള് മകള് തന്നെയാ. KPക്ക് ബന്ധുക്കളായിട്ട് സത്യം പറഞ്ഞ എല്ലാരും ഉണ്ട്, എന്നാൽ ആരും ഇല്ലതാനും. എനിക്ക് 6 ആൺമക്കളാ. മക്കളൊക്കെ എന്തു ചെയ്യണു? ദൈവം 6 ആൺമക്കളെ തന്നപ്പോ എല്ലാം ആയി എന്ന് ഞാൻ കരുതി. പക്ഷെ നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും പെമ്മക്കളാച്ചോ നല്ലത്. ഈ അവസാന കാലത്ത് ഒരു മകളുടെ സ്നേഹവും പരിചരണവും ഒക്കെ എൻ്റെ ആരുമല്ലാത്ത ഒരു പെൺകുട്ടിയിൽ നിന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ നടന്നോ, എനിക്കിത്തിരി തിരക്കുണ്ട്. അച്ചോ നിക്കച്ചോ. അതെ, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇതിൽ ഏത് കഥയാണ് നേര്? ഇന്നലെ പറഞ്ഞതാ അതോ ഇപ്പൊ പറഞ്ഞതാ? ഇന്നലെ എന്ത് പറഞ്ഞു? ഒരു മോനെ ഉള്ളൂ, ആ മോൻ കൊല്ലാൻ നടക്കാന്നൊക്കെ. എപ്പാ? കടപ്പുറത്ത് വെച്ച് കള്ളു കുടിച്ചോണ്ടിരുന്നപ്പോ. കള്ളു കുടിച്ചോണ്ടിരുന്ന സ്വഭാവത്തിൽ പറയുന്നതാണോ കള്ളിന്റെ പുറത്ത് പറയുന്നതാണോ വിശ്വസിക്കുന്നത്? അപ്പൊ ശരിക്കും പേരെന്താണ്? കുര്യൻ പൗലോസ് എന്നാണോ അതോ കുമാരൻ പണിക്കർന്നാണോ? തനിക്കെന്റെ ജാതി അറിഞ്ഞിട്ട് എന്ത് വേണം? എനിക്ക് കല്യാണം ആലോചിക്കാൻ പോകുന്നോ? ഒരു കാര്യം ചെയ്യ്, ക്രിസ്ത്യാനികൾ കുര്യൻ പൗലോസ് എന്ന് വിളിച്ചോട്ടെ, ഹിന്ദുക്കൾ കുമാര പണിക്കരെന്ന് വിളിച്ചോട്ടെ. രണ്ടിലും KP ഉണ്ടല്ലോ. വർഗീയവാദി കളിക്കുന്ന നാടകം ഇതാ. പിന്നെങ്ങനെ, ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ? ഉള്ളതുള്ളതുപോലെ പറയണവരെ എനിക്കിഷ്ടം. എങ്ങും പോകണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിർബന്ധിച്ച് നിർത്തിയിരിക്കണ ഞാനാ. പിന്നെ എന്നോട് എന്തിനാ കള്ളം പറയണെന്ന് മനസ്സിലാവാത്തത്? അന്യജാതിക്കാരനാന്നറിഞ്ഞാൽ മോക്ക് വിഷമമാകുമല്ലോ എന്ന് കരുതി പേര് മാറ്റി പറഞ്ഞതാ. പിന്നെ ഞങ്ങ ഇവിടെ ജാതി നോക്കിയല്ലേ ആൾക്കാരെ സ്നേഹിക്കണതും ജീവിക്കണതും. ഈ കൊച്ചിന്റെ അച്ഛൻ ചത്തതിന് ശേഷം ഞാനൊന്നും വന്ന് ഈ കൊച്ചിന് കൂട്ടുകിടക്കണതേ ഈ കൊച്ചു ക്രിസ്ത്യാനിയാണെന്ന് ഓർത്തിട്ടാണ്. ഞങ്ങളുടെ അപ്പച്ചയുടെ നായ സ്ത്രീയായിട്ടാണ് ജീവിക്കണത്. ഓ, നിങ്ങളുടെ ഫാദർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? പാതരം ഗീതറൊന്നും അല്ല, ആലപ്പച്ചയുടെ കാര്യാ പറഞ്ഞത്. എന്റെ ആങ്ങളുടെ മകൻ. ഓ ഓ, ഇവിടെ ഞങ്ങൾ ജാതിയൊന്നും നോക്കാറില്ല. ഏതായിരുന്നാലും കാരണം ഒരു ക്രിസ്ത്യാനിയായത് നന്നായി. ഇവിടെ ഇത്തിരി മനുഷ്യപ്പറ്റുള്ളതേ ക്രിസ്ത്യാനികൾക്ക് മാത്രം. മോളെ, ഇവിടെ കിടന്ന ശരിയാകത്തില്ല. ഈ കിളവനാളിത്തിരി പശപശപ്പാണേ. പിന്നെ മധുര 17
ശാരങ്ക നീ ആ കേപ്പിയെ കണ്ട അയാളോട് പോയി. അയാളോടെ പോയി പറഞ്ഞാൽ നിന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ ചേട്ടാ എന്താ പ്രശ്നം എന്താണ്? നിങ്ങൾ കാര്യം പറ. കുറെ നേരമായിട്ട് അയാളെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഇവിടെ നെട്ടോട്ട് ഓടുകയാണ്. കടലിൽ പോയി നോക്കിയാർന്നാ? എന്തിന്? അല്ല ഇനി വല്ല ദുർബുദ്ധിയും കാണിച്ചാന്നറിയാൻ വേണ്ടി. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. നീ എന്താടാ മുകളിലോട്ട് നോക്കണത്? അല്ല വല്ലയിടത്തും തൂങ്ങിപ്പെട്ടാന്നറിയാൻ. എടുത്തോ. കാലത്ത് പത്രം നോക്കാൻ ബാർബർ ഷോപ്പിൽ ചെന്നിരുന്നു. പക്ഷെ നമ്മുടെ സഹകരണ സംഘത്തിലെ സെക്രട്ടറി പറഞ്ഞത് KP ആരുടെയൊക്കെ കൂടെ ഒരു ടാക്സി കയറി പോയെന്നാ. ടാക്സിയിലാ? ഇനി മക്കളോ ബന്ധുക്കളോ വന്ന് കൂട്ടിക്കൊണ്ട് പോയതാണോ? എനിക്കും അങ്ങനെ തോന്നണം. പക്ഷെ താമരയോട് ഒരു വാക്ക് പറയാതെ KP പോവോ? എവിടെയെങ്കിലും പോട്ടെ, ഒന്നോർത്ത ആരും ഇല്ലാണ്ടിരിക്കണ നല്ലത്. ആ ഇറങ്ങിക്കോ. കേപ്പി ഹലോ, എത്രയാ? സൈക്കിൾ നോക്കണം. 700. 1000 രൂപയുണ്ട്. ബാക്കി 300 വെച്ചോ. ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, പാക്കറ്റൊക്കെ അങ്ങോട്ട് കൊടുത്തു. KP ഇത് എവിടെയായിരുന്നു? ഞാൻ ടൗൺ വരെ ഒന്ന് പോയതാ. എന്നാ ഞങ്ങൾ വിട്ടോട്ടെ കേപ്പി. നിക്ക് ഇത്ര നേരം കൂടെ എടുത്തിട്ട് നിങ്ങളെ വെറും കൈയോടെ വിടാൻ പറ്റത്തില്ല. 500 രൂപയുണ്ട്, ഒരു സിനിമ കണ്ടോ, കാപ്പി കുടിച്ചോ. പിന്നെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അച്ഛനൊരു ഉമ്മ. അത് കാണരുത്. എൻ്റെ മോൻ ഫിലിപ്പ് നിർമ്മിച്ചതാ. തല്ലിപ്പൊളി ആയിരിക്കും. സ്വന്തം അപ്പനെ ചവിട്ടി പുറത്താക്കിയിട്ട് അച്ഛനൊരു ഉമ്മ. നിങ്ങൾ ചെല്ല്. ഫിലിപ്പ് മോൻ. കേപ്പി, ഈ ഫിലിം പ്രൊഡ്യൂസർ ഫിലിപ്പ് കേപ്പിയുടെ മോനാണോ? ഇനി അത് കൊട്ടിക്കൊഴിച്ചിട്ട് വേണം ആൾക്കാർ അന്വേഷിച്ച് വരാൻ. അതെ, ഒരു ചായ കുടിച്ചാലോ? KP കാണാൻ താമരാകെ വിഷമിച്ചിരിക്കുക. എന്ന് വെച്ച് പോകേണ്ട അടുത്ത് പോകാതിരിക്കാൻ പറ്റുമോ? നമ്മൾ അവിടെ അടുത്തേക്ക് തന്നെയാ പോകുന്നത്. കേപ്പി സാറേ, ഞങ്ങൾ പിടിച്ചോളാം. എനിക്ക് പിടിക്കാനുള്ളതേ ഉള്ളൂ. കവറുതാ. വേണ്ട, ഞാൻ പിടിച്ചോളാം. എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോണം, അല്ലാതെ മനുഷ്യനെ വെറുതെ തീരിയിരിക്കരുത്. നീ എന്താ കരുതിയേ ഞാൻ പിന്നെ കടലിൽ ചാടി ചാകാൻ പോയെന്നോ? ഇതൊക്കെ വാങ്ങിക്കാൻ ടൗൺ വരെ ഒന്ന് പോയതല്ലയോ? അവിടെ ചെന്നപ്പോഴാ കുഞ്ഞുഞ്ഞിൻ്റെ കാര്യം ഓർത്തത്. എൻ്റെ ഇളയ മോനില്ലയോ, സ്റ്റെബിലൈസർ കമ്പനി നടത്തുന്ന സേവിയർ, അവൻ്റെ കൊച്ചാ കുഞ്ഞുഞ്ഞ്. ഞങ്ങൾ വലിയ കമ്പനിയാണ്. രഹസ്യമായിട്ട് അവനെ ഒന്ന് കാണാൻ സ്കൂൾ വരെ പോയത്, അതാ താമസിച്ചേ. വേണ്ടപ്പെട്ടവർ വന്ന് വിളിച്ചാ അവസാനം ഞങ്ങളേക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്നറിയാം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പരിഷ്കാരങ്ങളുടെ ലോകത്ത് സ്നേഹത്തിൻ്റെ നനവൊന്നും KP കണ്ടിട്ടില്ല. അത് നിങ്ങളിലൊക്കെയാ കണ്ടത്. അതുകൊണ്ട് ഇനി ഇതാണ് എൻ്റെ ലോകം. പിടിക്കേ. ഇതൊക്കെ കേപ്പി നിനക്ക് വേണ്ടി വാങ്ങിച്ചാടി? ടാക്സി പിടിച്ച് ടൗണിൽ പോയത് ഇതൊക്കെ മേടിക്കാനാ. വാങ്ങിച്ചോ? കഴിഞ്ഞ ദിവസം നീ വിരുണിയോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, ഇന്ന് നിന്റെ പിറന്നാളാണെന്ന്. ഇതെല്ലാം അച്ഛൻ്റെ പിറന്നാൾ സമ്മാനങ്ങളാ. മോക്ക് എന്താ ഇഷ്ടാവുക അറിയാത്തതുകൊണ്ട് കണ്ണി കണ്ടതെല്ലാം വാങ്ങിച്ചു. കേക്കും ഉണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റ്. അതാ കുഞ്ഞുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വാങ്ങിക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാ മോളുടെ പിറന്നാള്. അത് ഗംഭീരാക്കിയില്ല, പിന്നെ ഞാൻ എന്തിനാ അച്ഛനാണെന്ന് പറഞ്ഞു നടക്കുന്നത്? ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ. ഈ KP ആരാന്നെന്റെ വിചാരം? കോടീശ്വരനാ, കോടീശ്വരൻ. ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഗോൾഡൻ മൂവീസ് ഫിലിപ്പ് സാറിന്റെ അപ്പനാ ഈ കേപ്പി സാറ്. ബാങ്കിൽ കോടികളുണ്ടാവും. പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് വീശണ്ടറിയാൻ പോലെ. ആ ടാക്സിക്കാരൻ 300 രൂപ കൊടുത്തു, മറ്റേ പിള്ളേർക്ക് 100 രൂപ വെച്ചു. കയ്യിലുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ കൈ നിറച്ച് കൊടുക്കും. അതുകൊണ്ടെന്താ, നമുക്കൊരാവശ്യം വരുമ്പോൾ നമുക്ക് കൈ നിറച്ച് കിട്ടും. ഇന്ന് തന്നെ ഇവളുടെ പിറന്നാളിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ വിഷമിച്ച് കവലയിൽ നിൽക്കുമ്പോൾ ആ ചിട്ടിക്കാരൻ പൈസ കൊണ്ടുവരുന്നു. ആ 10,000 രൂപയ്ക്ക് എല്ലാം ഭംഗിയായിട്ട് നടന്നേ. ഏത് 10,000? നിനക്ക് ചിട്ടി അടിച്ച 10,000. എന്നാലും താമരയുടെ ചിട്ടികാശുകൊണ്ട് തന്നെ ഇതൊക്കെ. കാശിന് കാര്യത്തിൽ അവളുടെ ഒന്നും എൻ്റെ ഒന്നുള്ള വ്യത്യാസം ഉണ്ടോ മാഷേ? ബാക്കി 350 രൂപയും ചില്ലറയുണ്ട്, സൂക്ഷിച്ച് ചെലവാക്കണം. അപ്പൊ പിന്നെ സന്തോഷമായിട്ട് കേക്ക് മുറിക്കല്ലേ? പിന്നെ